എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നു. ഞാനത് മുമ്പും പറഞ്ഞു. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. കാര്യം അങ്ങനെ ഒരു ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അവർ എന്നോട് വ്യക്തിപരമായിട്ട് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനോട് ചെയ്തത് ഭയങ്കരമായ തെറ്റാണ്, അനീതിയാണെന്നുള്ളത് ഒരു കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം കാവ്യനീതി അങ്ങനെയുള്ള പല വാക്കുകളും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ടാകാം. സാർ, അത് ഇന്നും ഇന്നലെയും പറയുന്നതല്ല. സ്ഥാപിതമായപ്പോൾ മുതൽ അതിൻ്റെ ഒരു ജാതിമായ സംഭവം തന്നെയാണ് നടന്നു വന്നിട്ടുള്ളത്. അതിനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. തെളിവ് വേണമെങ്കിൽ നമുക്ക് ഹാജരാക്കാനായിട്ട് കയ്യിലുണ്ട്, ആ രേഖ കയ്യിലുണ്ട്. രാജിവെച്ചത് കൊണ്ടോ ഭരണസമിതി പിരിച്ചുവിട്ടതുകൊണ്ടോ ഈ പരാതികളും ആരോപണങ്ങളും ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അത് സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ. അതിന് അവർക്ക് നിങ്ങൾക്ക് പോലും റോളില്ല ഇനി അവിടെ, അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു, നിങ്ങളത് സത്യസന്ധമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്തു എന്നല്ലേ പറയാം. ഇനി ബാക്കി കാര്യം നോക്കേണ്ട സർക്കാരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒളിച്ചോട്ടമാണെന്ന് പറയാനും ഉത്തരം മുട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അതിനൊരു ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം മുട്ടുന്നതാണെന്ന് ചില സമയത്ത് ചില ആൾക്കാരത് കൊഞ്ഞനം കുത്തും. ഉത്തരം മുട്ടുമ്പോൾ ചിലർ മിണ്ടാതിരിക്കും. മൗനം വിദ്വാന് ഭൂഷണം, അങ്ങനെയുണ്ടല്ലോ. 17 പേരും കൂടി രാജിവെച്ചപ്പോൾ അത് എല്ലാവരിലേക്കും ആരോപണങ്ങൾ എത്തുകയല്ലേ? പലരും അതിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഒരുമിച്ച് ഇങ്ങനെ ഒരു രാജി വേണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം, കമ്മിറ്റിയെ പിരിച്ചുവിടണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം. അത് തീർച്ചയായിട്ടും ശരിയല്ലേ? അത് നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഇത്രയും 506 അംഗങ്ങളോ മറ്റോ ഉണ്ട്. 506 അംഗങ്ങളിൽ എന്തായാലും ഒരു 4-3 പേര് ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവിടെ അതിനകത്ത് ആ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പോൾ അവരാ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നുന്നത്. എല്ലാവരും രാജിവെച്ചത്.